നേരമായിട്ട് കാത്തു നിൽക്കുന്നു. ഓ, എന്തൊരു വയറ്റുവേദന. ആ, വേദനിക്കട്ടെ. വേണ്ടാത്ത ദുശീലങ്ങളെല്ലാം ചെറുതിനെ ശീലിച്ചതുകൊണ്ടല്ലയോ? നീ അത് വാങ്ങിച്ചില്ലയോ? എന്തൊരു? ഓ, ഇങ്ങോട്ട് തരണമെങ്കിൽ താ. പിന്നെ കാര്യമൊക്കെ ശരി. ഇന്നാളത്തെ പോലെ ഇതും കുടിച്ചോണ്ട് ഇവിടെ കിടന്ന് ബഹളമൊന്നും കൂട്ടരുത്. ചെല്ലമ്മ, എന്തൊരു വേണോ? എരിയുള്ള കൂട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ ഇച്ചിരി ഇങ്ങോട്ട് എടുത്തേ. അരയ്ക്കുന്നതേ ഉള്ളൂ. നിന്റെ ഒരു അരപ്പ്. ആ, എല്ലാം ഞാൻ തീർത്തേക്കാം. ആ തുലുക്കനോടെ കൊഞ്ചിയും കൊഴിഞ്ഞും നടന്നിട്ടല്ലേടി എനിക്ക് നേരത്തും കാലത്തും ഒന്നും വേഗിച്ച് തരാൻ പറ്റാത്തത്. എന്താടി നിന്റെ താക്ക് താണുപോയ? വെണി തൊട്ട് നാക്കി വെക്കും. വേണമെങ്കിൽ അല്ലേടി നീ വേല ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് ചോറ് തരുന്നതിന്റെ അഹംഭാവം അല്ലേടി കാണിച്ചത്? എന്തൊരു വേണം പറഞ്ഞോളൂ. കേട്ടല്ലോ. എവിടെ പോണേ? അവൻ അപ്പുറത്തെങ്ങാനും വന്ന് നിപ്പുണ്ടോ? നിന്റെ അത്രാങ്കണ്ണമേത്തൻ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. ദൈവത്തോർത്ത് ഇങ്ങനെയൊന്നും പറയരുത്. നിന്റെ ഒരു കള്ളക്കരച്ചില് പോഴി എന്റെ കൺമുമ്പിൽ നിന്ന്. ഇല്ലെങ്കിൽ ഒറ്റ ചവിട്ടിന് ഞാൻ കൊന്നുകളയുന്നു. അതാണ് ഇതിനേക്കാളും നല്ലത്. ഇങ്ങനെ എന്നെ കൊണ്ട് വയ്യ. ഈ ചത്താൽ എനിക്ക് പുല്ലാടി പുല്ല്. ഞാൻ പട്ടിണിയുടെ കിട്ടുന്നില്ല. ഇല്ല, ഈ വീടിന് ഞാൻ തീ കൊളുത്തും. ഇതെന്തിനെ പറ്റി എന്റെ പൊന്നെ? ഇതെന്തോന്ന? അയ്യോ, കണ്ണു തുറക്കി, കണ്ണു തുറക്കി എന്റെ പൊന്നെ. നിന്റെ വേലയൊന്നും എടുത്ത് വേണ്ട. ഇന്നലത്തെ പോലെ കാശിലെന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് അല്ലേ? തന്റെ ഇടി ആരെന്ന് ഒന്ന് ചുമ്മാ ഇടി. കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ. അവനിങ്ങ് വരട്ടെ. ഒന്നും ചെയ്യണ്ട. അവനെന്നെ കുത്തിക്കൊല്ലണം. അതല്ലേ നിന്റെ ആവശ്യം? ആരെയും കൊല്ലണ്ട.
രക്ഷിക്കണം മുതലാളി, എന്നെ രക്ഷിക്കണം. എന്റെ കെട്ടുതാലി അറുക്കരുത് മുതലാളി, എന്റെ കെട്ടുതാലി അറുക്കരുത്. അയ്യോ, ഞാൻ പറയുന്നത് കേൾക്കൂ. അയ്യോ മുതലാളി, അയ്യോ മുതലാളി, ദൈവം രക്ഷിക്കും മുതലാളി. തൊട്ടുപോയത് ഒരിഞ്ഞു കളഞ്ഞാൽ അരിഞ്ഞു കളയും. അവിടെ പോകും. ഞാൻ വിടുകയില്ലടാ, ഞാൻ എടുത്തോളാം. ഓയ് വീട്ടാരെ, ഇവിടെ ആരുമില്ലേ? അയ്യോ, ഇവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ തരാൻ. ഞങ്ങള് പിച്ചയ്ക്ക് വന്നതല്ല. അയ്യോ, അറിഞ്ഞില്ല. നിങ്ങള് പിന്നെ ആര്? എവിടെന്ന് പറയണത്? ഒത്തിരി വടക്കുന്ന ഈ കൊച്ചുകളുടെ തന്ത ജീവിച്ചിരിപ്പില്ലയോ? ഉണ്ട്. എന്നെ തേടി ഇവിടെ വരാൻ നിന്നോട് ആര് പറഞ്ഞു? ഞാൻ പിന്നെ എവിടെ പോകും? നീ ഇവിടെയും എനിക്ക് സ്വയം തരത്തില്ല, ചുടുകാട്ടിൽ പോയാലും സ്വയം തരത്തില്ല അല്ലേ? ഞാൻ ഈ കുട്ടികളും തെരുവിൽ തണ്ടി നടന്നാൽ ഒരു സ്വൈര്യക്കേടില്ല നിങ്ങൾക്കല്ലേ? എടി, നിന്നോട് മര്യാദയ്ക്ക് പുറത്തു പോകാനാണ് പറഞ്ഞത്. ഓ, എന്തൊരു ശല്യമാടാ ഇത്. നീ മര്യാദയ്ക്ക് പോകുന്നോ അതോ അടിച്ചിറക്കണോ? ചെലമ്മ, നിങ്ങൾ രണ്ടിനെയും കൊല്ല്. തന്തയുടെ കൈകൊണ്ട് എന്നെ താകട്ടെ, എന്നിട്ട് എന്നെ അടുത്തറിയിക്കോ. ചെല്ലമ്മ, ആ ചൂലിങ് എടുക്ക്. നീ തന്നെ അവളെ അടിച്ചിറക്ക്. ഓ, എന്തൊരു ശല്യമാടാ ഇത്. ചെല്ലമ്മ, ഇത് എന്റെ വീടാണ്. ഞാനാണ് ഇവിടെ ചെലവ് നടത്തുന്നത്. അടിച്ചിറക്കേണ്ടതും ഞാനാണ്. നിങ്ങളകത്തു പോ. അറിയാമടി, അറിയാം. എല്ലാ അവളുമാരെയും എനിക്കറിയാം. നിന്റെ ഒരു വീട്. ആ, അകത്തു വാ. വരി. മാനം മര്യാദയ്ക്ക് നടന്ന എന്റെ ഇടവലം തിരിയാൻ സമ്മതിക്കാൻ പിന്നാലെ നടന്ന് സ്തുതിവചനം പറഞ്ഞു മയക്കി. ഞാൻ പൊക്കോളാം. ചെല്ലമ്മയ്ക്ക് ഞാൻ കാറ്റും വിഷമുണ്ടാകും. അമ്മച്ചിക്ക് അപ്പച്ചനും ഇഷ്ടമുണ്ടായിട്ടല്ല, കരഞ്ഞ് കാലി വീണ് ഞാൻ സമ്മതിപ്പിച്ചതാണ്. തിരുസന്നിധി വെച്ച് സത്യവാചകം ചൊല്ലി കഴുത്തി താരി കിട്ടിയ ഞാൻ എന്ത് പിഴച്ചു? ഒരു പിഴയാണ് നമുക്കൊക്കെ പറ്റിയത്. പെണ്ണായി പോയത്. നിങ്ങൾ കഞ്ഞി കുടിക്കി, എന്നിട്ട് പിള്ളേരെ വിളിച്ച് കിടത്തി. മോളെ കഞ്ഞി കുടിക്കും. 2 ദിവസമായില്ലേ വലതും കഴിച്ചിട്ട്. മോളുടെ അപ്പച്ചൻ ഇപ്പം വരും. എവരുടെ ആ മൂദേവിയും മാരണം പിടിച്ച കൊച്ചുങ്ങളും?
എന്റെ മോളെ, എന്റെ പൊന്നു മോളെ, എന്റെ പൊന്നു മക്കളെ. പോട്ട് മേരി, പോട്ട്. ഞാൻ ചെയ്തതൊക്കെ മറന്നുകള. ഇതെങ്ങനെയാ കൈ ഒടിഞ്ഞത്? പാറ വെടിവെച്ചപ്പോ പറ്റിയതാ. ചത്തുപോകാനുള്ളതായിരുന്നു. കർത്താവേ, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം. ഇരുട്ടത്ത് തനിയിരിക്കുന്ന എന്താ? ഇടിയും മഴയും വരണുണ്ട്. മേരി പോയി കിടന്നു. എനിക്ക് ഉറക്കം വരാൻ ഒരുപാട് കഴിയും. വഴി നടന്ന് ക്ഷീണിച്ചതല്ലേ. മേരി കിടന്നു. കഥ കടച്ചു. വേഗം വരും മോളെ, അമ്മയ്ക്ക് നിന്നെ കാണാൻ തിടുക്കമായി. ഞാൻ വരുന്നമ്മേ. അയ്യോ അമ്മേ, അമ്മേ, എനിക്ക് കണ്ണു കാണാൻ വയ്യമ്മേ. വല്ലാതെ താടിക്കുന്നു. വയ്യമ്മേ. അമ്മേ, അമ്മയുടെ ചുടലത്തെങ്ങിന്ന് മോളൊരു കരിക്ക് പൊട്ടിച്ചു കുടിച്ചു. ഞാൻ കുടിക്കാം അമ്മേ. ഇതിനാണ് നീ പതുങ്ങി പതുങ്ങി വന്നതല്ലേ? കൂട്ടുകാരനെ വന്ന് ഞാൻ കണ്ടു. ഇവിടെ സ്റ്റേഷനിൽ കൊണ്ടുപോകണം. തല തലി അല്ല തുടങ്ങി.
എടി കേമി. ചുമ്മാതല്ല ആളുകൾ ഇവിടെ കള്ളിന്ന് വിളിക്കുന്നത്. ഞാൻ